ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോയാണ്. അപ്പം ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ഡിഫറൻസിയേഷൻ പാടാണ്. കാരണം നിങ്ങൾക്കത് പാടാവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ബേസ് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ പാടായിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇക്വേഷൻസാണ്. നമ്മളിപ്പോൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ബേസ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് പഠിക്കാൻ. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പാർട്ട് 1 വീഡിയോ ആണിത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം വൈ ഓർ എഫ് ഓഫ് എക്സ്. ഇപ്പം വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. അപ്പം വൈ ഈസ് എ ഫംഗ്ഷൻ. അപ്പം വൈയുടെ പോലെ തന്നെയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷനാണ്. ഇപ്പം നമുക്ക് വൈ ഈക്വൽ എന്നും പറഞ്ഞ് എഴുതാം, അതുപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ എന്നും പറഞ്ഞ് എഴുതാം. വൈൻ്റെ അർത്ഥം എന്താണ്? ഒരു ഫംഗ്ഷനാണ്. വൈ ഈസ് എ ഫംഗ്ഷൻ. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സും എന്താണ്? രണ്ടും സെയിം ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ dy ബൈ ഡി എക്സ്, വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് വൈ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? വൈ ഈക്വൽ dy ബൈ ഡി എക്സ്. അപ്പം dy ബൈ ഡി എക്സിനെ നമുക്ക് വൈ ഡാഷ് എന്ന് എഴുതാം, വൈ 1 എന്ന് എഴുതാം. സെയിം അർത്ഥമാണ്. dy ബൈ ഡി എക്സ്, വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമുക്ക് വൈ ഡാഷ് എന്ന് എഴുതാം, വൈ 1 എന്ന് എഴുതാം. ഇത് മൂന്നും കറക്റ്റാണ്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ വൈ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, വൈ ഈക്വൽ 2x. അപ്പം നമുക്കതിന് എഫ് ഓഫ് എക്സ് ഈക്വൽ 2x എന്ന് എഴുതാം. കാരണം വൈ എന്ന് പറയുന്നതും ഫംഗ്ഷനാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഫംഗ്ഷനാണ്. അത് രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ബേസാണ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയാണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കാൻ പോകുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ കോസ് എക്സ്. ഇനിയുള്ള ഇക്വേഷൻസൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കുന്നതാണ് നല്ലത്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ സീക്ക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് ഈക്വൽ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഈക്വൽ സീക്ക് എക്സ് ടാൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ഈക്വൽ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ 1 ബൈ എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഈക്വൽ 1 ബൈ 2 റൂട്ട് എക്സ്. d by dx of 1 by x raised to n equal minus n by x raised to n plus 1. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റൈസ് ടു എൻ ഈക്വൽ മൈനസ് എൻ, ആ താഴെ കിടക്കുന്ന എൻ മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് ആകുന്നു, മൈനസ് എൻ ബൈ എക്സ് റൈസ് ടു എൻ പ്ലസ് 1. അത് ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. 1 by x raised to n equal minus n by x raised to n plus 1. അതിൻ്റെ തന്നെ അടുത്ത ഇക്വേഷൻ 1 by x raised to minus n, x raised to minus n equal n by x raised to n minus 1. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി d by dx of a raised to x, a raised to x equal a raised to x log a. d by dx of x raised to n equal n into x raised to n minus 1. ഇത് നമുക്ക് ഡിഫറൻസിയേഷനിൽ ഈ ഒരു ഇക്വേഷൻ ഇല്ലാതെ ഒന്നുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് എക്സാമിനൊക്കെ ഈ ഇക്വേഷൻ ബേസുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി d by dx of x ഈക്വൽ 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ 0. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു സംഖ്യയാണ്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 0 ആണ്. കോൺസ്റ്റൻ്റ് ഓഫ് എനി നമ്പർ അത് 0 ആയിരിക്കും. ഇനി എക്സ് റൈസ് ടു 0, എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇ റൈസ് ടു 0 എന്ന് പറയുന്നതും 1 ആണ്. എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇ റൈസ് ടു 0 ഈക്വൽ 1. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാം.
d/dx ഓഫ് f(x) f'(x) നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണ് തുടക്കത്തിൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് d/dx ഓഫ് y എന്ന് പറയുന്നത് എന്താണ്? dy/dx, y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ തന്നെ ഈ dy/dxന് പകരം നമുക്ക് y ഡാഷ് എന്നും എഴുതാം, y1 എന്നും എഴുതാം. പിന്നെ നമ്മൾ കൂടുതലും d/dx ഓഫ് y ഈക്വൽ dy/dx, y വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ y ഡാഷ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, y1 എന്ന് എഴുതിയാലും കറക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ മനഃപ്പാടമാക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ നമുക്ക് ഡിഫറൻസിയേഷൻ നമുക്ക് എളുപ്പമായിരിക്കില്ല, നമുക്ക് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടും വരും, ഇത് ഭയങ്കര പാടാണെന്ന് തോന്നും. അതുകൊണ്ട് ഇത്രയും ബൈഹാർട്ട് ചെയ്തിട്ട് ഡിഫറൻസിയേഷൻ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്കത് പഠിക്കാം. അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞിരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാനത് പറഞ്ഞു തരും. പിന്നെ താങ്ക് യു.